ഇവിടെ ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ഈ സമയത്ത് നാട്ടുകാരടക്കം ഇവിടെ ഓടി എത്തിയിരുന്നു. ആ നാട്ടുകാരടക്കം ഓടി എത്തിയാണ് അവർ ഈ പറയുന്ന രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നടത്തിയത്. അങ്ങനെ പരിക്കേറ്റ കുട്ടികളിൽ, അതായത് പരിക്കേറ്റ മറ്റു കുട്ടികളുടെ പരിക്കത്ര ഗുരുതരമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ ഒരു കുട്ടിക്കാണ് അതീവ ഗുരുതരം പരിക്കേറ്റ. ഈ കടയിലെ ചേച്ചി നമുക്കിപ്പോണ്ട്. ചേച്ചി, ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് സാധനം എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒച്ച കേൾക്കുന്നുണ്ട്. ഞങ്ങൾ 2-3 നാൾ ഞങ്ങൾ ചെന്നാൽ ഒച്ച കേൾക്കുന്ന വെച്ചാൽ ഞങ്ങൾ പോയി നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടി ഉരുളുന്നുണ്ട്. ഇതേതാ വണ്ടി വരെ കാണുന്നില്ല. പൊടിയും ഇതുമായിട്ട് പുകയലായിരുന്നു. നമുക്ക് കുട്ടികളെല്ലാവരും കരയുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും ഓടുന്ന സമയത്ത് പിന്നെ വണ്ടി എങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ നോക്കുമ്പോൾ മൊത്തം ചോരയായിട്ടൊന്നും കാണുന്നില്ല, കുട്ടികളെ കാണുന്നില്ല. പക്ഷേങ്കിൽ വലിയ വണ്ടി എല്ലാവർക്കും നാട്ടുകാർ വന്ന് പൊന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് കുട്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ കുട്ടിക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കാനുള്ള ഇതിൽ ഞങ്ങൾക്ക് ആവുന്നില്ല. കുറേ കുട്ടികളെ കടയിൽ കൊണ്ടുവന്നിട്ട് വെള്ളമെല്ലാം കൊടുത്തു, മുഖമെല്ലാം കഴിച്ചു കൊടുത്തു. എന്നാലൊന്നും ബ്ലഡ് നിൽക്കുന്നില്ല. അത് എന്നാ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളവസ്ഥ അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റൂല. അത് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി അറിയില്ല. കുട്ടികളുടെ അവസ്ഥ അത് അറിയില്ല. എല്ലാവരും നല്ലോണം ഉണ്ടെന്നാ പറഞ്ഞത്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലോണം ആണെന്ന് പറഞ്ഞു. എല്ലാവരും കൊണ്ടുപോയതുകൊണ്ട് എന്നാ പറയുന്നതെന്നൊന്നും അറിയുന്നില്ലല്ലോ. നമ്മളൊന്നും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയാനായിട്ട് വരുന്നില്ല ആരും. ചോര, മൊത്തം ചോര എന്ന് പറഞ്ഞാൽ മൂക്കുന്നെല്ലാം ചോര ഇങ്ങനെ പൊടിഞ്ഞ് വരും. അറോണം മുടി, തലയൊന്നും മുഖമൊന്നും കഴുകിച്ചിട്ടൊന്നും കുട്ടികൾക്ക് നിൽക്കുന്നില്ല. ചോരയുടെ കളിയാണ് മൊത്തം. ഇവരെല്ലാം എടുത്തോണ്ട് പോയി ഇവരെ എടുത്തുകൊണ്ടെന്ന് ആദ്യം കുട്ടികളെ എടുത്തോണ്ട് ഇവരെ മുഖമെല്ലാം കഴുകിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നിൽക്കുന്നേയില്ല. ഒറ്റപ്പൊടി ബ്ലഡ് നിൽക്കുന്ന കുട്ടിക്ക് ക്ഷീണായ പോലെ ആയിപ്പോയി. അന്നപാട് തന്നെ വണ്ടി ആക്കിയിട്ട് അപ്പാട് കൊണ്ടുപോയി. ചേച്ചി, കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു? കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടീൻ്റെ അടിയിലല്ലേ ഒരു കുട്ടി. അങ്ങ് വരുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണതാ പോലും. അങ്ങനെയാണ് ആ കുട്ടി വണ്ടിയുടെ അടിയിലായത്. ആരും ഇല്ലല്ലോ, നമ്മൾ പെണ്ണുങ്ങളോ നമ്മളെ കരച്ചിൽ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ ടൗണിൽ നിന്നെല്ലാം ആൾ വന്ന് വണ്ടി പൊക്കി നോക്കിയത്. ആ കുട്ടീനെ കണ്ടത്. നമ്മൾ പിന്നെ ആ ഭാഗം നോക്കിയിട്ടില്ല. നോക്കാൻ കഴിയണ്ടേ പേടിച്ചിട്ട്. പരിക്കുണ്ട്, ചെറിയ ഉണ്ട്. ഓരോ കുട്ടിക്ക് തലക്കുണ്ട്, ഒരു കുട്ടിക്ക് കാലിന്, മുഖത്ത് എല്ലാം ഉണ്ട്. ചെറിയ പരിക്കേ ഉള്ളൂ. പിന്നെ ഒരാൺകുട്ടിക്കും ഈ പെൺകുട്ടിക്കുമാണ് നല്ലത്, ഡ്രൈവർക്കും. അപ്പോൾ തന്നെ അന്നേരം തന്നെ നമ്മളെ വളക്ക് ടൗണിൽ നിന്ന് ഫുള്ളാൾ വണ്ടി വന്ന് നേരം കൊണ്ടുപോയി. ആംബുലൻസും വന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം എന്തോ കാർ അങ്ങോട്ടോ ആക്സിഡൻ്റ് ആയി. കാറ് അത് ആ റോഡ് അങ്ങനെ വരുന്ന റോഡല്ലേ. അതങ്ങനെ പെട്ടെന്ന് എങ്ങനെയാണെന്നറിയില്ല. ബ്രേക്ക് കിട്ടായിട്ടോ എന്നാണെന്നറിയില്ല. ഈ ഭാഗത്തൊരു വല്ലാത്ത പ്രശ്നമുണ്ട്. ഇത് ഈ കടയിലെ ചേച്ചിമാരാണ്. അപ്പോൾ ഈ കടയിലെ ചേച്ചിമാരാണ് ആദ്യം ഈ സംഭവം നടന്ന സമയത്ത് അവിടെ നിന്നും ഓടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അവരവിടെ എത്തി അങ്ങനെ ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്. അത്യന്തം സങ്കടകരമായ കാഴ്ചകളും വിവരങ്ങളുമാണ് ഫെലിക്സ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്.